ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന ആക്ഷേപങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ്. സ്ഥാനാർത്ഥി നിർണയം പാർട്ടി തീരുമാനമെന്നും പരാജയത്തിന്റെ ഉത്തരവാദിത്തം തനിക്കുമുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മണ്ഡലത്തിൽ സിപിഐഎമ്മിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി. രമ്യ ഹരിദാസിന്റെ പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മതിച്ചു. ചേലക്കരയിൽ BJP വോട്ട് ഉയർന്നത് രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് കാരണമായെന്നാണ് UDF വിലയിരുത്തൽ. അല്ല, ചേലക്കരയിലെ പരാജയത്തിന് എനിക്കെന്ത് ഉത്തരവാദിത്വം? ഞാനുണ്ട്. ഞങ്ങൾ 40,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 12,000 വോട്ടാക്കിയത് കുറച്ചതിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. 28,000 വോട്ടാണ്, വെറുതെ 1-2 വോട്ടല്ല, 28,000 വോട്ടാണ് ഞങ്ങൾ കുറച്ചത്. 28,000 വോട്ട് CPM-ന്റെ ഭൂരിപക്ഷം കുറച്ചതാണ്. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പും ഞങ്ങൾ അസംബ്ലിയിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അവർ പാർട്ടി മെമ്പറല്ലേ. ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനമെടുത്തത്. ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അല്ല, അത് ഇവിടെ മാത്രമല്ല, ചേലക്കരയിൽ മാത്രമല്ല, സംഘടനാപരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ. പക്ഷേ അത് ആ സംഘടനാപരമായ അത്തരം പ്രശ്നം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ലോക്സഭയിൽ 20-18 ജയിച്ചല്ലോ. അത് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ്സിന് തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞങ്ങൾക്ക് സംഘടനാപരമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കരയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായി LDFന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു പോരാട്ടത്തിലൂടെ ജയിച്ചു വരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. കുറേ കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് പറയാൻ പറ്റില്ല. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. എന്തുകൊണ്ട് തോറ്റു എന്നതിനൊപ്പം തന്നെ വലിയ വിജയത്തിലേക്കല്ല, പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിലേക്കാണ് ഇത്തവണ എത്താൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ആശ്വാസ പ്രകടനവും കാണുന്നുണ്ടോ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ചേലക്കരയിലെ പരാജയത്തിന് ശേഷം സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെതിരെ പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തോൽവിക്ക് കാരണമായത് സ്ഥാനാർത്ഥിത്വമാണ് എന്ന നിലയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം അത് പാർട്ടി തീരുമാനമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള ഇടപെടൽ അതിൽ ഉണ്ടായിട്ടില്ല. അത് സംയുക്തമായി പാർട്ടി എടുത്ത തീരുമാനമായിരുന്നു. ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്ന തോൽവി അതിൽ സ്ഥാനാർത്ഥിയെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിലുള്ള ആ തോൽവിയുടെ ഉത്തരവാദിത്വം താൻ കൂടി ഏറ്റെടുക്കുന്നു, തനിക്ക് കൂടി അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും ഈ ഉയരുന്ന ആരോപണങ്ങൾ അത് വസ്തുതാ വിരുദ്ധമാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രമ്യ ഹരിദാസ് ഈ ചേലക്കരയിലെ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം AICCക്ക് പരാതി നൽകി. സംഘടനാ തലത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, പ്രചാരണങ്ങൾ, ഇതിലെല്ലാം വീഴ്ച സംഭവിച്ചു എന്ന നിലയിൽ പരാതി നൽകിയെന്ന ഒരു വിഷയവും അതിനിടയിൽ ഉയർന്നു വന്നിരുന്നു. അതിനെയും പ്രതിപക്ഷ നേതാവ് തള്ളുകയാണ്. അത്തരത്തിലൊരു പരാതി രമ്യ ഹരിദാസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ടയാൾ താൻ കൂടിയാണ്. അത്തരത്തിലൊരു പരാതി രമ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞതും ചേലക്കരയിലെ ഏതെങ്കിലും വിധത്തിലുള്ള സംഘടനാ തലത്തിലെ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇതിന് വിപരീതമായൊരു പരാമർശം വന്നിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഭാഗത്തുനിന്നും മാത്രമാണ്. ചേലക്കരയിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതില്ലാത്ത നിലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി ഈ LDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണമാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും LDFന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷത്തിൽ വലിയ കുത്തനെയുള്ള ഇടിവുണ്ടാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്, ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും രമ്യ ഹരിദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്റേതായ എന്തെങ്കിലും പിഴവുകൊണ്ടാണ്, തെറ്റുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചേലക്കരയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം അത് എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്.